കേരളം മുഴുവൻ അഭിമാനത്തോടെ ഉറ്റുനോക്കിയ തൃശ്ശൂരിൻ്റെ വിജയരാത്രിയിൽ അല്ലാതെ എന്നാണ് ലൈവ് എന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാം. ഹായ് ഷിബിൻ. വിജയത്തിന് ശേഷം, സുരേഷ് ഏട്ടൻ്റെ വിജയത്തിന് ശേഷം എന്നെ ടാഗ് ചെയ്ത് ഒരുപാട് പോസ്റ്റുകൾ എനിക്ക് വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലായ ഒരു കാര്യമായി പോയി അത്. ബിക്കോസ് ഇങ്ങനൊരു വിജയത്തിൻ്റെ, ഇങ്ങനൊരു സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തിന് എന്നെയും കൂടെ ചേർക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അഡ്വക്കേറ്റ് അനൂപ് കുമാർ ഹായ്. നിഷാപ്പി ഹാപ്പിയാണ്. ബിനു യെസ്, നമ്മൾ തൃശ്ശൂർ ഇങ്ങെടുത്തു, ഇനിയൊരു കൊടുക്കലില്ല, എടുക്കൽ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ ആഘോഷം നാളെ 3 മണിക്കാണ്. നാളെയാണ് സുരേഷ് ഏട്ടൻ വരുന്നത്. അപ്പോൾ നാളെ 3 മണിക്കാണ് തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ വിജയാഘോഷം ഉണ്ടാവുക. ഇന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്നു. പക്ഷെ സുരേഷ് ഏട്ടൻ വന്നോട്ടുള്ള ആഘോഷം നാളെ 3 മണിക്കാണ്. അപ്പോൾ ആർക്കൊക്കെ എത്താൻ പറ്റും അവരൊക്കെ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിപ്പെടുക. കാരണം നമ്മൾ ഒരു കുട്ടിക്കലാശം, ഇലക്ഷൻ്റെ അവസാനത്തെ ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ അവസാനത്തെ ദിവസം ഒരു കുട്ടിക്കലാശം നടത്തിയപ്പോൾ തന്നെ പൂഴി നിലത്ത് വീഴാത്തത്രയും ജനങ്ങളായിരുന്നു തൃശ്ശൂർ. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ വിജയിക്കുമോ എന്നതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. ഇതിപ്പം ഇവർ വലിയ എന്തോ അത്ഭുതം സംഭവിച്ച പോലെ നമുക്ക് ഒരിക്കലും ഒരു അത്ഭുതമായിരുന്നില്ല. ഞാൻ ഒരുപാട് ഇമോഷണൽ ആയിരുന്നില്ല, ഒരുപാട് എന്താ പറയുക ഞെട്ടിക്കുന്ന ഒരു വിജയമായിരുന്നില്ല. ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂർ നടന്ന് കാണുമ്പോൾ നമുക്കറിയാമായിരുന്നു സുരേഷ് ഏട്ടന് അനുകൂലമായ ഒരു തരംഗം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കുട്ടിക്കലാശത്തിൻ്റെ അന്ന് കൂടിയ ഒരു ആൾക്കൂട്ടം. അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയായിരുന്നു അന്ന് അവിടെ നടന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തൃശ്ശൂരിൻ്റെ ഹൃദയം സുരേഷ് ഗോപി കവർന്ന് കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അതിൻ്റെ മറ്റൊരു വേർഷൻ നമുക്ക് നാളെ വന്നാൽ കാണാം. വിഷ്ണു യാ തകർത്തു. പിന്നെന്താണ്, ആരാണ് പറഞ്ഞത്? സന്തോഷായി അർച്ചനക്കുട്ടി, സന്തോഷായി. സിബിൻ വരൂ, കണ്ടിപ്പാ നാളെ പാക്കലാം. അർച്ചനക്കുട്ടി സന്തോഷായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. ബിക്കോസ് ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഒരു ചരിത്രം തന്നെയുണ്ട്. സുരേഷ് ഏട്ടൻ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് രാത്രി 10 മണിക്കൊക്കെ പോയി അദ്ദേഹം പ്രസംഗിക്കുന്ന മൈതാനത്തിൽ കാത്തിരുന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് അങ്ങോട്ട് ഒരു 2 ഘട്ടം കഴിഞ്ഞ് പുള്ളി ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ടീമിലൊരു അംഗമായി. ആ ഇലക്ഷനൊപ്പം നിന്ന് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. അത് വിജയത്തിൽ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് പ്രകൃതി എനിക്ക് നൽകിയൊരു സമ്മാനം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഏട്ടൻ ഇവിടെ വിജയിക്കാൻ വേണ്ടി വന്ന് 2 പ്രാവശ്യം തോറ്റിട്ട് ഒരിക്കലും നിരാശപ്പെടാതെ തിരിച്ചു പോവാതെ നമുക്കൊപ്പം നിന്ന് ജയിച്ച ഒരു ചരിത്രം തന്നെയാണ് എനിക്കും. പുള്ളിക്ക് വേണ്ടി ഞാൻ തീർത്തും എന്താ പറയുക, മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന്, രാഷ്ട്രീയമോ അതിലൊക്കെ ഉപരി അദ്ദേഹം എനിക്ക് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു 2 ഘട്ടത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ്, ഒരിക്കലും തിരിച്ചു പോകാതെ ആ ഫോക്കസ് നഷ്ടപ്പെടാതെ കൂടെ നിന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്നെനിക്ക് അദ്ദേഹത്തിനൊപ്പം ഒരു വിജയം ആഘോഷിക്കാൻ, പങ്കിടാൻ സാധിച്ചത്. സോ സുരേഷ് ഏട്ടൻ്റെ വിജയം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ആക്ച്വലി നമ്മൾക്ക് ആഗ്രഹിച്ച സമയത്ത് കിട്ടാതായാൽ നമ്മൾ ഓടി പിന്നാക്കം പോകേണ്ട ഒരു ആവശ്യമില്ല. അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, അത് ഫോക്കസോടെ പ്രയത്നിച്ച് നിലനിന്നാൽ നമുക്ക് എന്തായാലും ആ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും എന്ന് പ്രകൃതി നൽകുന്ന ഒരു സന്ദേശമാണ് പുള്ളി എടുത്ത ഈ ചില്ലറ വിജയമല്ല. ചില്ലറ വിജയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊരു ചില്ലറ വിജയമായിരുന്നില്ല. സുരേഷ് ഗോപി എന്ന് TV-യിൽ എഴുതി കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് റോക്കറ്റ് പോലൊരു പോക്കാണ്. വേറെ ഇവിടെ ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെയാണ് തൃശ്ശൂർ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ ഒരിക്കലും ശക്തമായ ഒരു മത്സരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ സുരേഷ് ഗോപി എന്ന പേര് എഴുതി കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വേറൊരു പേരിന് ഇവിടെ ഒരു ഇടം ഉണ്ടായിരുന്നില്ല. ശരിക്കും തൃശ്ശൂരുകാർ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുത്തു വന്ന് വോട്ട് ചെയ്ത ഒരു ഇലക്ഷനാണിത്. ഞങ്ങൾ ആക്ച്വലി ഇത്രയും അധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈലന്റായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ സൈലൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഇക്കോസിസ്റ്റം ഇവർ സൃഷ്ടിച്ചു വിടുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഇവരുടെ ഒരു പ്ലാനിങ് വിജയിക്കുന്നു, അദ്ദേഹത്തിനെ ഡിമീൻ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷെ സൈലന്റായി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ സൈലൻസിന്റെ റിസൾട്ടാണ്, പ്രതികരണമാണ് ഇപ്പൊ കിട്ടിയ ഈ ഒരു ഫലം.
അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളം ഇവിടെ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആരോട് ചോദിച്ചാലും ഞങ്ങൾ സുരേഷ് ഗോപിയെ കുത്തിയേട്ടാ, ഈ സാധനം പറയാത്ത ഒരു മനുഷ്യനെ ഇവിടെ കാണാണ്ടായി. അവസാനം ഞങ്ങളൊക്കെ വിചാരിച്ചു ഇനിയിപ്പോ സുനിൽകുമാറിനൊന്നും പെട്ടിയിൽ വോട്ടേ വേണ്ടില്ലെന്ന്. കാരണം അത്രയധികം ട്രെൻഡിങ് ആയിരുന്നു ആ ഒരു, ആൾക്കാർ അഭിമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങള് ഈ സാധാരണ കേരള പ്രബുദ്ധത പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളല്ലെങ്കിൽ പിന്നെ ആരുമില്ല എന്നുള്ളത്. അപ്പോൾ തൃശ്ശൂർ ഇനി ചാണക തലസ്ഥാനമാണ്, തൃശ്ശൂർ ജില്ലയാണെന്ന് പറയാൻ നാണമാണ്, മടിയാണ്, തൃശ്ശൂരിന് പ്രബുദ്ധത പോരാ, വോട്ടെവർ. തൃശ്ശൂർ ചെയ്തതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശരി. അതായത് വ്യക്തി ആര്, എന്ത് ചിഹ്നമേത്, രാഷ്ട്രീയമേത്, അല്ലെങ്കിൽ പൊതുവെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ശീലങ്ങൾ ഏത്, ഇതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ഒരു കാൻഡിഡേറ്റ്, ഒരു സ്ഥാനാർത്ഥി ഒരു നാടിനു വേണ്ടി മത്സരിക്കാൻ നിൽക്കുമ്പോൾ അയാളിൽ നോക്കേണ്ടത് എന്താണ്, അയാളിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്, അയാൾ നമുക്ക് വേണ്ടി നാളെ എന്ത് തരും എന്നത് മാത്രമാണെന്ന് കൃത്യമായി തെളിയിച്ച് വോട്ട് കുത്തിയ ആൾക്കാരാണ് തൃശ്ശൂരുകാർ. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് തന്നെ ആക്രോശിച്ചാലും അത് ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. ബിക്കോസ് തൃശ്ശൂരുകാരെ മാതൃകയാക്കി വേണം ഇനി ഇലക്ഷൻ എല്ലാവരും വോട്ട് കുത്താൻ. നമുക്ക് ആര് എന്ത് ഉപകാരം കൊണ്ടുവരും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് എന്ത് ലാഭം ഉണ്ടാവും എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഒരു കാൻഡിഡേറ്റിന് വോട്ട് കുത്താൻ പോകുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവും പാടുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുത്ത ഈ വിജയം. ഞങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യസന്ധമായി ഇലക്ഷനെ കണ്ട് വോട്ട് കുത്തിയ കേരളത്തിലെ ഒരേ ഒരു ആൾക്കാർ. ഇന്ന ചിഹ്നത്തിന് കുത്തി, അത് പറ്റില്ല, അടുത്ത ചിഹ്നത്തിന് കുത്തി, അത് പറ്റില്ല, അടുത്ത ചിഹ്നത്തിന് കുത്തി. ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് വർക്ക്സ്. ഇത് BJPയുടെ വിജയമാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഇത് സുരേഷ് ഗോപിയുടെ തന്നെ വിജയമാണ്. ഇത് സുരേഷ് ഗോപിയെ ഞങ്ങൾ എടുത്തതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു. നിങ്ങളാരും ധൈര്യപ്പെടാത്ത ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാം. തൃശ്ശൂരുകാർക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ആ മനുഷ്യൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങൾക്കിടയിൽ താമസിച്ച് ഞങ്ങൾക്കത് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾക്കത് തിരിച്ചു കൊടുക്കേണ്ടി തന്നെ ഇരിക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ എതിർത്ത് നിന്ന 2 തൃശ്ശൂരുകാരുണ്ട്, സുനിലേട്ടനും മുരളിയേട്ടനും. അവരാരും തൃശ്ശൂരുകാർക്ക് സുരേഷ് ഏട്ടനെ പോലെ പരിചിതനായിരുന്നില്ല ഈ കഴിഞ്ഞ 2 കാലഘട്ടത്തിലും. അതുകൊണ്ട് പുറത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ അകത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവത്തിന്റെ ഫലമാണ് ഒരു രക്ഷയില്ലാത്ത ഭൂരിപക്ഷത്തിൽ സുരേഷ് ഏട്ടനെ ഞങ്ങളിങ്ങ് എടുത്തത്. സോ ദാറ്റ്സ് ഇറ്റ്. ഉറപ്പായിട്ടും സ്ത്രീകളുടെ വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും സ്ത്രീകളുടെ, ഞാൻ പല ഇതിൽ കഴിഞ്ഞുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇത് വലിയൊരു സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കൂടിയാണിത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ നമ്മൾ എന്താ, കുടുംബനാഥന്റെ രാഷ്ട്രീയമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബിക്കോസ് രാഷ്ട്രീയ ബോധവും പ്രബുദ്ധതയും കാര്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉള്ളത് ആണുങ്ങൾക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ചേട്ടന്റെ രാഷ്ട്രീയം ഇതാണ്, ആ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ആ ചേട്ടൻ കോൺഗ്രസ് ആണ്, അപ്പൊ ആ ചേട്ടന്റെ കുടുംബത്തിന്റെ വോട്ടിംഗ് വരും. അതിനെ തിരുത്തി കുറിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ ഇപ്പൊ നടന്നത്. കാരണം പണ്ടത്തെ പോലെ ഒരിക്കലും രാഷ്ട്രീയം സംസാരിക്കാത്ത, മനസ്സിലാവാത്ത, ചർച്ച ചെയ്യാത്ത ഒരു ജനറേഷൻ ഓഫ് സ്ത്രീകളല്ല ഇപ്പോൾ ഉള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഈ വോട്ട്. അതിലെല്ലാവരുടെയും വീട്ടിലെ സ്ത്രീകൾ വോട്ട് കുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെയും ആരൊക്കെയാണ് നിങ്ങൾ എതിരാണെന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്നത്, അവരുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ അവരുടെ നിലപാട് സൈലന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അതായത് ഇനി മുതൽ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബനാഥന്റെ രാഷ്ട്രീയമല്ല സ്ത്രീകളുടെ മനസ്സിൽ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയങ്ങളും. ഒന്നാമത് സ്ത്രീകൾക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധം വളരെ കുറവാണ്. അവര് ഒരു ചിഹ്നത്തിന്റെ മുകളിൽ കെട്ടിക്കിടക്കുന്ന അവരുടെ രാഷ്ട്രീയ ചിന്തകൾ കുറച്ച് തെളിവും കുറവാണ്. ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള ആളുകളല്ല. അപ്പോൾ അവർക്കറിയാം അവർക്ക് എന്താണ് ലാക്കിങ്, അവർക്ക് എന്താണ് വേണ്ടത്, അടുക്കളയിൽ എന്താണ് ഇല്ലാതാവുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ എന്താണ് കുറവ്, നടക്കുന്ന വഴികളിൽ എന്താണ് കുറവ്, നമ്മുടെ ഫിനാൻഷ്യൽ വീടിന്റെ സാമ്പത്തിക നിലയിൽ എന്താണ് ബുദ്ധിമുട്ടുകൾ, എല്ലാം അവർക്ക് മനസ്സിലാവും, അവർക്ക് ഫീൽ ചെയ്യും. അവരത് രാഷ്ട്രീയത്തിന്റെ കൊടിച്ചിഹ്നത്തിന് വേണ്ടി മറക്കാൻ തയ്യാറാവില്ല എന്നതിന്റെ ഉദാഹരണമാണിത്. അവരാണ് മനസ്സിലാക്കിയത് ഈ നിൽക്കുന്ന ആള് മാത്രമാണ് ഈ 3 പേരിൽ നമുക്ക് വികസനത്തിന് എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന, സാധ്യത നൽകുന്ന ഒരാളെന്ന് മനസ്സിലാക്കിയത് സ്ത്രീകളാണ്.
അതിൻ്റെ റെസ്പോൺസ് കാണിച്ചതും സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് അറിയിക്കലാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്നത്. ഓഫ് കോഴ്സ് ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. 5 ലക്ഷത്തിൽ കണക്കെടുപ്പ് വന്നപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ വീട്ടിലാരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്ത് പണിയുണ്ട് എനിക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ഓഫീസുകളിൽ അനുവാദം ചോദിച്ച് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യാൻ എത്തിയ ആൾക്കാരെ എനിക്കറിയാം. പിന്നെ 35 വയസ്സ് വരെയും ഒരിക്കൽ പോലും വോട്ട് ചെയ്യാതെ ഇങ്ങോട്ട് വോട്ട് മാറ്റി ഈ ഒരു പേർപ്പസിന് വേണ്ടി ഇവിടെ വന്ന് വോട്ട് ചെയ്ത സ്ത്രീകളെ എനിക്കറിയാം. സോ ഓഫ് കോഴ്സ് സുരേഷ് ഗോപിയെ ഇങ്ങോട്ട് എടുത്തത് സ്ത്രീകളാണ്. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാട് സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. നിങ്ങൾ കിട്ടുന്ന തുകത്തിൽ ഇനി കൂട്ടിക്കെട്ടണ്ട, ഞങ്ങൾക്കറിയാം ആരെ വേണം എന്ത് വേണം എന്ന്. സോ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി മാത്രമല്ല വിജയിച്ചത്. ഇവിടെ ഒരുപാട് എന്താ പറയുക, ഇന്നലെ വരെ കെട്ടിപ്പൊക്കിയ ഒരുപാട് ഫേക്കായിട്ടുള്ള കുറേ സംഭവങ്ങളുടെ ഒരു തകർന്നു വീഴൽ കൂടിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിരളി പിടിച്ച ചുറ്റും നടക്കുന്ന ഒരു എന്താ പറയുക സങ്കടങ്ങൾ നമ്മൾ കാണുന്നത്. നമുക്കതിൽ നിന്ന് ഒരുപാട്, ഈ ഒരു വിജയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, തോൽവികളിൽ മടങ്ങിപ്പോവാതിരിക്കുക, ഫോക്കസ്, ഒരിക്കൽ നിങ്ങളത് നേടും. 2, ചുറ്റും കാണുന്ന എല്ലാ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പറയുന്നതും മറ്റു മീഡിയ പറയുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രബുദ്ധരെ മനസ്സിലാക്കി വെക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയം, അത് വിശ്വസിക്കാതിരിക്കുക. 3, സ്ത്രീകളുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വന്തമായിട്ട് എടുക്കാൻ കഴിവുള്ളൊരു തലമുറയാണ് ഇനി വരുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാവുക, ബോധേഡാവുക. സോ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പം നാളെ ഒരു വൈകിട്ട് ഒരു 3 മണിയാകുമ്പോൾ തൃശ്ശൂരിൽ മറ്റൊരു പൂരം അരങ്ങേറും. ഓക്കെ, അതും പറയാൻ മറന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വടക്കുന്നാഥനും ലൂർദ് പള്ളി മാതാവും കൂടി കയ്യും കോർത്ത് പിടിച്ച് ഇറങ്ങി നിന്നിട്ടാണ് തൃശ്ശൂർ എടുത്ത് സുരേഷേട്ടന് കൊടുത്തത്. അതിൽ യാതൊരു ഡൗട്ടില്ല. ചെമ്പ് ഗോപി, മറ്റേ ഗോപി, മറച്ചേ ഗോപി. കൊടുത്തത് ചെമ്പാണെങ്കിൽ ലൂർദ് പള്ളി മാതാവ് തിരിച്ചു കൊടുത്തത് സ്വർണം പോലത്തെ വോട്ടുകളാണ്. മനസ്സിലായല്ലോ. അവസാന നിമിഷത്തിൽ ആ പൂരം കൊളാക്കാൻ തോന്നിയത് പോലും എനിക്ക് തോന്നുന്നു വടക്കുന്നാഥൻ വിചാരിച്ചിട്ടുണ്ടോ, എൻ്റെ മോനെ ഈ കൊല്ലത്തെ പൂരം ഞാൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് കാണും. കാരണം അതൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എളുപ്പമല്ല. തൃശ്ശൂർ ടൗണിലൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എളുപ്പമല്ല. സോ ഡോണ്ട് സെർച്ച് ഫോർ റീസൺസ്. ഞങ്ങൾ തൃശ്ശൂർകാർക്ക് അറിയാം കാരണങ്ങൾ എന്തായിരുന്നു എന്ന്. BJPയുടെ വിജയത്തിന് വേണ്ടി, എൻ്റെ പൊന്നെ, വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി. സീരിയസ്ലി ഇവിടെ ശരിക്കും BJPയുടെ നിനക്ക് എന്നാ ഇനി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹാർഡ് വർക്ക്. റോയിച്ച ഇവിടുത്തെ തൃശ്ശൂരുകാരെ നസ്രാണികളോട് ഞങ്ങൾ ലൈഫ് ലോങ് കടപ്പെട്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അവരെടുത്ത് തീരും. ഇപ്പോൾ എന്താ വോട്ട് മറച്ചു, മറ്റേത് മാങ്ങാണ്ടി മറച്ചത്. വോട്ട് മറച്ചു എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരാള് ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം, അവർക്ക് മാറാനുള്ള അവകാശമേ ഇല്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. വോട്ട് ഒരാൾക്കൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മറ്റൊരാൾ അതിലേക്ക് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അവർക്ക് പോയി വോട്ട് കുത്തലാണ് ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്റെ. അതിനാണ് ഈ പറഞ്ഞ സാധനം തലയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് വോട്ട് മറിച്ച് ആ ഇക്വേഷൻസ് ഒക്കെ മാറാനുള്ള കാലങ്ങളായി. ഇവിടുത്തെ ക്രിസ്ത്യൻസ്, തൃശ്ശൂരത്തെ ക്രിസ്ത്യൻസ് അറിഞ്ഞ് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ചേഞ്ച് വേണം, ഞങ്ങളുടെ ആഗ്രഹമാണിത് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റോയ്ച്ച താങ്ക്സ്. മാതാവും പുത്തമ്പള്ളിയും ലൂർദ് പള്ളി മാതാവും കൂടി നമ്മളെ എടുത്തങ്ങ് വെച്ച് തന്നു. ഹായ് വിഷ്ണുക്കുട്ട, നീ നാളെ വരൂലടാ. നല്ല മനുഷ്യന് ദൈവം കൊടുത്ത അംഗീകാരം. ഓഫ് കോഴ്സ് നല്ല മനുഷ്യൻ ദൈവം കൊടുത്ത അംഗീകാരം തന്നെയാണ്. അത്രയും അദ്ദേഹം ഏറ്റവും പഴി കേട്ടിട്ടുള്ളതും ആ നല്ല മനസ്സിന്റെ ആധിക്യം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ പെരുമാറാൻ അറിയില്ല, അഹങ്കാരിയാണ്, മറ്റേതാണ് മറച്ചേതാണ്.
ആ ഒരു ഇന്നസെൻസും ആ ഒരു നിഷ്കളങ്കതയും തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിനെ യൂണീക്ക് ആക്കുന്നത്. അദ്ദേഹത്തിന് ചിരിച്ചു കളിച്ച് ആൾക്കാരെ ബോധിപ്പിച്ച് എന്താ പറയാ മറ്റു മനുഷ്യന്മാരെ ഇങ്ങനെ ചാക്കിട്ട് പൊളിറ്റീഷ്യൻസിന്റെ ചിരി ഒട്ടിച്ച് വെച്ച് നടക്കാൻ അറിയില്ല. അദ്ദേഹം ഇമോഷണൽ ആണ്, അദ്ദേഹം ദേഷ്യപ്പെടും, ചിരിക്കും. അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂർ കിട്ടിയാൽ ഈ നെഞ്ചിലെടുത്ത് വെക്കും എന്ന് പറഞ്ഞ ആ വാക്ക് നമുക്ക് വിശ്വസിക്കാം. അത് അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിച്ചു തരും എന്നല്ല, തന്നിട്ടുണ്ട്. കേരളത്തില് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തോറ്റ ഒരു സ്ഥാനാർത്ഥി ആ തോൽപ്പിച്ച മണ്ഡലത്തിൽ പോയി അവർക്ക് വേണ്ടി ഇത്ര വർഷം പ്രവർത്തിച്ച് അവരുടെ മനസ്സിലേക്ക് കയറി പിന്നെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന ഒരു ചരിത്രം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. കാരണം 1, 2, 3 തവണ ഒരേ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിച്ചിട്ടും ഒന്നും വേണ്ട. തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ കൊല്ലം ജയിച്ച പ്രതാപേട്ടനെ ഇവിടെ നിൽക്കാൻ വയ്യാണ്ടാണ് ആൾക്കാർ മുഖത്ത് വല്ലതും വലിച്ചെറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത്. അപ്പൊ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് പിന്നീട് ആ മണ്ഡലത്തിലേക്ക് കടക്കാൻ പറ്റാത്ത രാഷ്ട്രീയ ചരിത്രമാണ് ഈ കേരളത്തിൽ ഈ അവകാശപ്പെടുന്ന പ്രബുദ്ധർക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് 2 വട്ടം തോൽപ്പിച്ച മണ്ഡലത്തിൽ അതേ മനുഷ്യരുടെ മുന്നിൽ പോയി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്ത് തെളിയിച്ചു തന്നിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് എനിക്ക് വോട്ട് തരൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം. ഞങ്ങൾ തിരിച്ചു സ്നേഹിച്ചു, അത്രേ ഉള്ളൂ. സംഗതി അത്രേ ഉള്ളൂ. ന്യൂജൻ വിജയാണ്. ഓഫ് കോഴ്സ് ചെറിയ പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കൊടിച്ചിഹ്നത്തിലോ ഒന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അവർക്കൊക്കെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, മറ്റേ മിന്നൽ സുര. അവര് നോക്കുമ്പോൾ അവർക്ക് എന്താണ് ലൈക്ക് പുതിയതായിട്ട് ഒരു വോട്ട് ചേർക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു വോട്ട് കുത്തണമെങ്കിൽ അവരുടെ ചോയ്സ് എന്താണ്? ഈ മുരളിയേട്ടനും സുനിച്ചേട്ടനും നമ്മളോട് വീഡിയോ തെളിവ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആ കൂടി ഒരു ലക്ഷ്യം BJP പ്രതിരോധിക്കുക എന്ന് മാത്രമാണ്. സുരേഷ് ഏട്ടൻ മാത്രമാണ് തൃശ്ശൂര് കൃത്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചും ഓരോ മണ്ഡലത്തിലും പോയി അദ്ദേഹം കാണുന്ന വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ച് രാഷ്ട്രീയം മാത്രം സംസാരിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരത്തിൽ നിന്നിട്ടുള്ളത് സുരേഷ് ഏട്ടൻ മാത്രമാണ്. സുനിച്ചേട്ടനും മുരളിച്ചേട്ടനും പറഞ്ഞത് BJP പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ വരണമെന്നാണ്. BJP പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം അവിടെ പാർലമെന്റിൽ പോയി പുട്ടടിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ന്യൂജൻ പിള്ളേർ നോക്കുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് എന്തെങ്കിലും വികസനത്തിന്റെ കാര്യം മാത്രം പറയുന്ന സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റിനോടാണ്. സോ ന്യൂജന്റെ വിജയം തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത്രയധികം സംസാരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് അനീഷേട്ടൻ ആൻഡ് ടീംസ് താങ്ക്സ് പറയുക. അത് മുൻപേ ഞാനൊരു പോസ്റ്റാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ ടീം തമ്മിൽ. എല്ലാവരും മത്സരിച്ചാണ് ഇത്തവണ പുള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. സുരേഷേട്ടനും നിഷാപ്പിയും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അത് ജീവിതകാലം മുഴുവൻ സജീവമായിരിക്കും. ആയിരുന്നു എന്നല്ല, എപ്പോഴും ആയിരിക്കും. പിന്നെന്താ വെച്ചാൽ ഞാൻ ഏറ്റവും അധികം ഈ ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്, തൃശ്ശൂരുകാരുടെ വിജയം. തൃശ്ശൂരിലെ സംഖ്യകളോടൊപ്പം അവിടുത്തെ ക്രിസ്ത്യാനികൾ കൂടി ചേർന്ന് സുരേഷ് ഏട്ടനെ വിജയിച്ചു. 100% സത്യമാണ്, ഒരു സംശയ കാര്യത്തിലില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ വോട്ട് മറിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായി തൃശ്ശൂരിലെ ക്രിസ്ത്യൻസ് കോൺഗ്രസ്സുകാർക്കാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ ഒരു സംശയമില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇക്കൊല്ലം അവർക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധമുണ്ടായി എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾക്ക് അതിന് എന്ത് പേര് വേണമെങ്കിൽ ഇടാം. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതും. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടിട്ടുള്ളത്, കളിയാക്കിയിട്ടുള്ളത്, തെറിയേറ്റിട്ടുള്ളത് ഈ ഒരു വിഷയത്തിന് വേണ്ടി 2019 മുതൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് എഴുതി പറഞ്ഞ് സംസാരിച്ച് ഏറ്റവും അധികം ഞാൻ എന്താ പറയാ, ചില സമയത്തൊക്കെ ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ചില സമയത്ത് പിന്നെ നമുക്ക് ശീലമാകുമ്പോൾ നമ്മളത് സീരിയസ് ആക്കി എടുക്കാണ്ടാവും. പക്ഷെ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം ഈ എന്താ പറയുക ഒറ്റപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഈ ഒരു കാരണത്തിന്റെ പേരിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്നിട്ടും പിന്മാറാതെ എന്താ പറയുക നിരാശപ്പെടാതെ ഡിസപ്പോയിന്റഡ് ആകാതെ അതിനൊപ്പം നടന്ന് ഇന്ന് ആ ഒരു വിജയത്തിനൊപ്പം കൂട്ടു നിൽക്കാനുള്ള ഒരു യോഗം കിട്ടിയെങ്കിൽ ഞാനത് ആഘോഷിക്കും. അതിലിപ്പം എന്താണ്, ഞാനത് ആഘോഷിച്ചിരിക്കും. ഇന്നിപ്പം ഇങ്ങനെയല്ലായിരുന്നു ഈ റിസൾട്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു?
എന്തായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താണ്, ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിടുന്ന ഓരോ പോസ്റ്റിന്റെ അടിയിലുള്ള റെസ്പോൺസസ് ഒന്നും എനിക്കത് മനസ്സിലാവും. നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ പോലും അദ്ദേഹം വിജയിക്കുമെന്ന് വിശ്വസിച്ചിട്ടില്ലെന്നും അതിന്റെ പേരിൽ വന്ന റെസ്പോൺസും അതിന്റെ എന്താ പറയുക കമന്റ്സും എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിഷ പറഞ്ഞ എല്ലാം സത്യം. തൃശ്ശൂർ ജനത പ്രത്യേകിച്ചും സ്ത്രീകൾ സുരേഷ് ഗോപിയെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചു. ഇപ്പോൾ സ്ത്രീകളാണ് വോട്ട് ബാങ്ക്. ഓഫ് കോഴ്സ് സ്ത്രീകളുടെ രാഷ്ട്രീയ നിലപാടും തീരുമാനവുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും നമുക്ക് വിരോധമില്ല. അത്രയധികം സ്ത്രീകളുടെ വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ അത്രയധികം വർധനവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് അത് 18 വയസ്സ് തികഞ്ഞ സ്ത്രീകളല്ല, ഭർത്താവിന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിട്ട സ്ത്രീകൾ പോലും തിരിച്ച് വീട്ടിലേക്ക് ഈ ഒരു കാരണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തിയിട്ട എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. അത് ഒരു 75,000-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും നമുക്കറിയാമായിരുന്നു. താങ്ക് യു തൃശ്ശൂർ. ഓഫ് കോഴ്സ് തൃശ്ശൂർ ഒരു വലിയ ഹൃദയം നിറഞ്ഞ നന്ദി അർഹിക്കുന്നു. ഇനി സുരേഷ് ഏട്ടൻ ക്യാമ്പയിനിൽ ഓരോ സമയത്തും പറയാറുണ്ട്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നെങ്കിലും ഞാൻ തൃശ്ശൂരിന്റെ മാത്രം MP ആവില്ല, ഞാൻ കേരളത്തിന്റെ മുഴുവൻ MP ആവുന്നു. ഓഫ് കോഴ്സ് നമുക്കത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങില്ല. അദ്ദേഹം ഈ കേരളത്തിൽ മൊത്തം എവിടെയും ആർക്കു വേണ്ടിയും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാനിത് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഊഹിച്ചെടുത്തതോ അല്ലെങ്കിൽ പുതിയ വാഗ്ദാനങ്ങളോ അല്ല. അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ നാട്ടിൽ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടായിട്ട് ഇപ്പം എല്ലാവരും എന്തുകൊണ്ട് കൊല്ലത്ത് നിന്നില്ല, തൃശ്ശൂർക്ക് മാത്രം കിരീടം കൊടുത്തു. ലൂർദ് പള്ളി മാതാവിന് കിരീടം കൊടുക്കുക മാത്രമല്ല അദ്ദേഹം തൃശ്ശൂർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മുളങ്ങുന്നത്തോ മെഡിക്കൽ കോളേജിൽ ഒരു ഓക്സിജൻ പ്ലാന്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കനൽത്തരികളുടെ വിപ്ലവ നായകനായ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന അഭിമന്യുവിന്റെ നാട്ടിലെ വട്ടവടയിൽ ഒരു വാട്ടർ പ്ലാന്റ് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി കൊടുത്തത് ഈ അഭിമന്യുവിന്റെ വീട് കാണാൻ ചെന്നപ്പോൾ അവിടെ കുടിവെള്ളം ഇല്ല എന്നറിഞ്ഞ് സുരേഷ് ഗോപി MP തന്നെയാണ്. വയനാട് ഒറ്റ രാത്രി കൊണ്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാന്റ് നിർമ്മിച്ചത് സുരേഷ് ഗോപിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള കാശ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ വടക്കുന്നാഥന്റെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് നിന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരിക്കലും തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല. MP എന്ന ഒരു തസ്തികയ്ക്ക് ഇത്രയധികം അധികാരങ്ങളും ഇത്രയധികം ഫണ്ടും മനുഷ്യന്മാർക്ക് ഇത്രയധികം സെർവ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു എന്ന് കേരളം തിരിച്ചറിഞ്ഞ തന്നെ സുരേഷ് ഗോപി MP ആയതിനു ശേഷമാണ്. സോ അയ്യോ എന്തൊക്കെയാ തെറിയൊക്കെ പറയണ്ട, തെറിയൊന്നും ഞാൻ വായിക്കില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ വളരെ ടൈറ്റായിരുന്നു. ആറ്റിങ്ങൽ അടിപൊളി മത്സരമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയും കേരളം BJP പ്രതിരോധിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ LDF-നും NDA-ക്കും ഒരേ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇനി ഏറ്റവും അധികം ടൈറ്റ് എന്താ പറയുക ഫൈറ്റ് കാഴ്ചവെച്ചത് തിരുവനന്തപുരം, ആറ്റിങ്ങല്, ശോഭ ചേച്ചി, അങ്ങനെ പലയിടത്തും ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെച്ചു. പലയിടത്തും സെക്കൻഡ് വന്നു. തൃശ്ശൂരിൽ കിട്ടിയ സീറ്റാണെങ്കിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്നു. അപ്പം ഇപ്പം തൽക്കാലം ഈ പറഞ്ഞ എന്താ പറയാ കാലങ്ങളുടെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസത്തിനും ഇന്നലെ വന്ന BJP-ക്കും ഈ കേരളത്തിൽ ഇപ്പോൾ ഒരേ സമാസമം അധികാരമാണ്, സമാസമം അവസ്ഥയാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് BJP രാജ്യം മൂന്നാമതും ഭരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പവറും കൂടെ ഉണ്ട്. കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞ പ്രബുദ്ധർക്ക് ഒരു തേങ്ങയുടെ മൂടുമില്ല. അപ്പൊ അതായത് കേരളത്തിനകത്ത് വന്നാൽ സമമാണ്, കേരളത്തിനകത്ത് പുറത്തു പോയാൽ BJP-യോട് എന്താ പറയാ അരികത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇവര് ഇനിയും കേരളം ചാണകം ചവിട്ടില്ല പ്രതിരോധിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ ഇത്രയധികം കൂട്ടിക്കൊണ്ടുവരുന്ന, ഇത്രയും വലിയൊരു മത്സരം കാഴ്ചവെക്കുന്ന, പലയിടത്തും 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു പാർട്ടിയെ ഏത് മൂഢസ്വർഗത്തിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇനിയും പച്ച പിടിക്കില്ല അല്ലെങ്കിൽ ഇനിയും വരില്ല എന്നൊക്കെ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അത് ബോധമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരാണ് താഴോട്ട് പോകുന്നതെന്നും ആരാണ് മേലോട്ട് വരുന്നതെന്നും. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശീലം മാറാനുണ്ട്. ബിക്കോസ് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളെന്തോ മറ്റുള്ളവരെക്കാളൊക്കെ വലിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം മനുഷ്യരാണ്, നമുക്കിത് ശീലമില്ല. ഇപ്പൊ എന്നോടൊരു വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു, സുരേഷ് ഏട്ടന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു പക്ഷെ കേരളത്തിൽ BJP വന്നതിൽ സങ്കടപ്പെടുന്നു. വൈ എന്ന് ചോദിച്ചാൽ
അറിയില്ല, എനിക്കറിയില്ല, അങ്ങനെയാണ്. അത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ. ഈ പ്രബുദ്ധർ പഠിപ്പിച്ചു കൊടുത്ത സാധനമാണത്. കേരളത്തിലേക്ക് BJP കൊണ്ടുവരുമ്പോഴുള്ള എന്തോ എന്തോ ഒരു ഒരു തടസ്സം. അത് ഇറ്റ്സ് ടേക്സ് ടൈം. അത് പതുക്കെ പതുക്കെ സമയം കൊണ്ട് ആ രാഷ്ട്രീയ സംസ്കാരം മാറി വരണമെന്നുള്ളൂ. പക്ഷെ വൺസ് ദേ ഗെറ്റ് ഇൻ, അതിൽ പിന്നെ പ്രത്യേകിച്ച് വലിയ വർത്തമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ രാഷ്ട്രീയ സംസ്കാരം കൊണ്ട് തന്നെ പൊട്ടൻ ലോട്ടറി അടിച്ച മാതിരി UDF ഇഷ്ടം പോലെ സീറ്റ്. അതാണ് ഇവിടുത്തെ പ്രബുദ്ധത. സുരേഷിടം പറഞ്ഞ പോലെ ഇത് തൃശ്ശൂരിലൂടെ കേരളത്തിന്റെ ഒരു പൊൻതൂവൽ മോദിജിക്ക് കരുത്തായി. മോദിജി ഉറപ്പായിട്ടും നമ്മൾക്ക് അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്തോടെ തിരിച്ചു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൺഗ്രാജുലേഷൻസ് ഫോർ ദ അച്ചീവ്മെന്റ്. ഒരു കൂട്ടായ്മയുടെ വിജയം, പ്രൗഡ് മൊമെന്റ്സ് ഓഫ് കോഴ്സ്. ഒരു കൂട്ടായ്മയുടെ തന്നെ വിജയമാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ മനുഷ്യരും, എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ തൃശ്ശൂർ ജില്ലയിലായിട്ടും ചാലക്കുടി എന്ന ഡാഷ് മണ്ഡലത്തിൽ പെട്ടുപോയി. അയ്യോ, അത് ഭയങ്കര സങ്കടാട്ടോ. ഈ അത് ലോക്സഭാ മണ്ഡലം തിരിച്ചിട്ടുള്ളത് ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിർത്തിക്ക് തൃശ്ശൂർ ജില്ലയുടെ നടുക്കിലിരുന്നിട്ടും ഇപ്പം മുണ്ടൂര് മുതുവറ ആ ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ചാലക്കുടി തൊട്ടപ്പുറത്ത്, അവിടെയൊക്കെ അതിർത്തിക്ക് അപ്പുറമായി പോയ ആൾക്കാരെ എനിക്ക് അറിയാം. പാവം, ശരിക്കും ഇറ്റ്സ് വെരി സാഡ്. അത് കഷ്ടമാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലെ അമ്മ പറഞ്ഞത് എന്താണ്, ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് വന്നതിന് ശേഷം അമ്മ പറഞ്ഞ സംഭവമാണ്. അമ്മ കാലങ്ങളായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച്, അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തി വന്നിട്ട് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടും ഇത്രയും സന്തോഷത്തോടെ വോട്ട് ചെയ്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ആ കുട്ടിയുടെ മുഖം അങ്ങോട്ട് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹമാണ് സുരേഷ് ഏട്ടന് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് വേണ്ടി കൊണ്ടു തന്നത്. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഫോർമുലാസ് ഒക്കെ അതിന് മുന്നിൽ തോൽക്കത്തേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. Modiji's today's speech, he specifically recognized SG's victory. Of course, മോദിജി ഹാൻഡ് പിക്ക് ചെയ്ത ഒരാളാണല്ലോ നമ്മുടെ സുരേഷ് ഏട്ടൻ. മോദിജി ഹാൻഡ് പിക്ക് ചെയ്ത വളരെ അപൂർവം ആൾക്കാർ ഇന്ത്യയിലുള്ളതിൽ ഒരാളാണ് സുരേഷ് ഏട്ടൻ. പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യനെ ഇതിലേക്ക് കൊണ്ടുവന്നത് മോദിജിയുടെ ഒരു ഇതാണ്. സുരേഷ് ഏട്ടനും നമുക്കറിയാം അങ്ങേരോടാണ് പ്രത്യേകിച്ചും ഒരു ആഭിമുഖ്യമുള്ളത്. ശരിക്കും സുരേഷ് ഏട്ടൻ എന്ന ഒറ്റ ഒരാൾ കേരളത്തിലേക്ക് വന്ന് തൃശ്ശൂരിൽ ഒരു MP ആയി ഭരിച്ചു തുടങ്ങിയാൽ വിരിഞ്ഞത് ഇന്നൊരു താമരയാണെങ്കിൽ അതൊരു വലിയ താമരക്കാലത്തിന്റെ സൂചനയാണ്. ബിക്കോസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന മാതൃക ഒരിക്കലും ഇന്ന് വരെ ഈ അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഇല്ലാത്തൊരു മാതൃകയായിരിക്കും എന്നുള്ളത് 100% ഷുവറാണ്. കാരണം ഒരു തോറ്റ സ്ഥാനാർത്ഥിയായിട്ട് പോലും പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെയാണോ നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ചു തരേണ്ട ഒരവസ്ഥയിൽ. ഇത് തൃശ്ശൂരിലെ സ്ത്രീ വോട്ടർമാരുടെ വിജയം മാത്രമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാനുള്ളതല്ല. ഞങ്ങൾ എന്ന സ്ത്രീകൾ വ്യക്തമായി ഈ നാടിനോട് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണിത്. പ്രബുദ്ധ കേരളം എന്നും പ്രബുദ്ധ മലയാളി എന്നും മറ്റും പറഞ്ഞ ആരോ മലയാളി എന്തോ സംഭവമാണെന്നും മറ്റു സംസ്ഥാനത്തുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നും മറ്റുള്ള തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറ്റിയിട്ട് ഒരു രക്ഷയില്ലാത്ത സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് കേരളത്തിലുള്ളവർക്കുള്ളത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ഓഫ് കോഴ്സ് കേരളം നമ്മുടെ എന്തൊക്കെയോ മുൻഗാമികളുടെ ഒരു പുണ്യം കൊണ്ടും പിന്നെ നമ്മുടെ ഫോറിൻ മണി കൊണ്ടും ഒക്കെ കേരളം വളരെ പ്രോസ്പെറസും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു ആണും താനും. പക്ഷെ അതൊരിക്കലും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് പോലെ കൊണ്ടുനടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ മറ്റുള്ളവരെക്കാൾ എന്തോ വലിയൊരു ജീവികളാണ്. ഒരിക്കലുമല്ല, ശരിക്കും ഒരിക്കലുമല്ല. നമ്മൾ മറ്റുള്ളവരെ പോലെ പണിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാടിനോട് മത്സരിക്കാനുള്ള ഒരു ഇതുപോലും കേരളത്തിനില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടുനടക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഐഡിയ. ഭയങ്കര മോശം സ്വഭാവമാണ് അത്. അപ്പുറത്തുള്ളവരെക്കാൾ എന്തോ വലിയ ആൾക്കാരാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ എന്താ പറയാ, ഒരു അതിർത്തിക്ക് അപ്പുറത്തുള്ളവരെക്കാളും വലിയ എന്തോ മനുഷ്യരാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ റേസിസം, കൈൻഡ് ഓഫ് റേസിസം. അതിൽ കേരളക്കാരെ വെല്ലാൻ ആൾക്കാരില്ല. തൃശ്ശൂരിലെ ജനതയ്ക്ക് പാലക്കാട് നിന്നൊരു സ്നേഹം. ഓഫ്കോഴ്സ് തൃശ്ശൂരിലെ മറ്റേ സുരേഷ് ഗോപി അനുകൂല വോട്ടർമാർക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഈ കേരളം മൊത്തത്തിൽ ഉള്ള ആൾക്കാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്കറിയാം. നിയുക്ത കേന്ദ്രമന്ത്രി SGക്ക് അഭിനന്ദനങ്ങൾ. താങ്കളുടെ പേജെല്ലാം കാണാറുണ്ട്. താങ്ക് യു. നമ്മളിനി കാണാനിരിക്കുന്നല്ലേ ഉള്ളൂ.
അപ്പം അങ്ങനെ. പിന്നെ നമുക്ക് കേന്ദ്രത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ചെറുതായിട്ട് നിരാശപ്പെടുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്താ പറയുക, മൂന്നാം വട്ടവും ഭരിക്കാനിരിക്കുന്ന ഒരു പാർട്ടിക്ക് മുന്നിൽ ഈ നാട്ടിലുള്ള സകല പട്ടിപ്പഴുതാര പല്ലിക്കുഞ്ഞുങ്ങൾ പോലും ഒരുമിച്ച് നിന്നിട്ടും നമുക്കൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന നമ്മൾക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ച് ഓവർ കോൺഫിഡൻസ് ഒക്കെ ശീലിച്ച് നമ്മളെല്ലാത്തിലും അജയരായി എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ നിരാശ വരുന്നത്. ഇത്ര അധികം എതിർപ്പ് ഉണ്ടായിട്ടും അതിനെ ഒറ്റയ്ക്ക് നിന്ന് പരാജയപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് ഇന്നും ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് വി ഹാവ് ടു ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ നിരാശപ്പെടാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. അതിന് 400 എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയി പ്രതീക്ഷിച്ചു പോയി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയധികം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നമ്മളെ ഒറ്റയ്ക്ക് അടിക്കാൻ നോക്കിയിട്ടും അടിച്ച് നമ്മൾ വീണില്ല എന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും തന്നെയാണ് വേണ്ടത്. അതിൽ പ്രത്യേകിച്ച് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രാജീവ്ജിയും കൂടെ ജയിച്ചിരുന്നു. രാജീവ്ജി ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷെ തീരദേശത്ത് പോകുമ്പോൾ അത് ഉറപ്പായിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അത്രയും ടൈറ്റ് മത്സരം കാഴ്ചവെച്ചു. ഗിരീഷ് ഹായ്, രാജേഷ് SG ചേച്ചി കാര്യമായി എന്തോ പറയുന്നുണ്ട്. കയ്യിലെന്താ കൊടി? ഓ അപർണക്കുട്ടി, കനൽ ഒരു തരിയായതിനെ കുറിച്ച് പറയായിരുന്നു. നമുക്ക് ഒരുമിച്ച് സങ്കടപ്പെടണ്ടേ? നമ്മൾ രണ്ടുപേരും ഒരേ സീറ്റിലല്ലേ നിൽക്കുന്നത്. രാജേഷ് പട്ടാമ്പി ഹായ്. ഓരോ തവണയും അയാളെ തേജോവധം ചെയ്യുമ്പോഴും അയാളോടുള്ള സിമ്പതി ആളുകൾക്ക് കൂടുകയാണെന്ന കാര്യം രാഷ്ട്രീയത്തിന്റെ എല്ലാ മാന്യതകളും ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാമോ ആ രീതിയിലൊക്കെ തേജോവധം ചെയ്ത എതിരാളികൾ മനസ്സിലാക്കില്ലേ. എതിരാളികളാണ് അയാൾ വിജയിപ്പിച്ചത്. ഓഫ് കോഴ്സ് ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. അവർ കുറെ കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്തത് സുരേഷ് ഗോപിയെ അവർ നെഗറ്റീവ് അടിക്കാൻ നോക്കുന്നു, മുഴുവൻ ഇവിടെ പോസിറ്റീവ് അടിച്ച് അദ്ദേഹത്തിനെ ഒരു ട്രെൻഡ് സെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് മനസ്സിലായപ്പോൾ അവർ മിണ്ടാണ്ടായി. ഇപ്പൊ ലൂർദ് പള്ളി ആ കിരീടം കൊടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു എക്സാമ്പിൾ അല്ലേ. എന്ത് വൃത്തികേടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെമ്പുഗോപി എന്ന് വിളിച്ചവരിൽ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വലിയ വൃത്തികേടാണത്. ഒരാളൊരു അമ്പലത്തിലേക്കോ ഒരു പള്ളിയിലേക്കോ എന്ത് കൊടുത്താൽ നമുക്ക് എന്താണ് നഷ്ടം? അത് ചോദ്യം ചെയ്യാനോ അതിനെ പരിശോധിക്കാൻ നമുക്ക് എന്താണ് അവകാശം? പക്ഷെ അതുപോലും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും അദ്ദേഹത്തെ എന്താ പറയാ, അതുപോലും അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല. അത്ര കണ്ട് പുള്ളിനെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും നമ്മളിപ്പം കൂടെ നിന്നു. ആരൊക്കെയോ. പക്ഷെ അങ്ങ് ലൂർദ് പള്ളി മാതാവിന് കൊടുത്തത് ചെമ്പാണെങ്കിൽ ചെമ്പ്, ലൂർദ് പള്ളി മാതാവ് തിരിച്ചു കൊടുത്തത് സ്വർണ്ണമാണ്. മനസ്സിലായോ? കനലൊരു തരിയെങ്കിലും ഉണ്ടല്ലോ. ആളി കത്തുമ്പോ അറിയാം. കുറെ നാളായല്ലോ പറഞ്ഞു തുടങ്ങിയിട്ട്, ഇതുവരെ കത്തിക്കാൻ തുടങ്ങിയില്ലേ? തീപ്പെട്ടി വേണമായിരിക്കും. സുരേഷേട്ടന് ചെന്നൈയിൽ നിന്നൊരു ആശംസ അറിയിക്കണേ. അഫ്കോഴ്സ്, കണ്ടിപ്പാ ചേച്ചി, നമ്മൾ ജയിച്ചു. അഫ്കോഴ്സ് നമ്മളത് എടുത്തു. പിന്നെന്താണ്, MP സെക്രട്ടറിയായിട്ട് പ്രതീക്ഷിക്കും. തമാശ പറയില്ലേ ചേട്ടാ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായത്. സിനിമയ്ക്ക് ഞാൻ അവിടെ ഫാനായിരുന്നില്ല. ഐ ആം എ ഫാൻ ഓഫ് ഹിം ആസ് എ പൊളിറ്റീഷ്യൻ മാത്രം. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുള്ളിയെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെന്ന്. അതിന് കൂടെ നിൽക്കണം എന്നൊരു അവസരം വന്നപ്പോൾ ഞാൻ നിന്നു. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എന്റെ റിയൽ ലൈഫ് പൊളിറ്റിക്സുമായിട്ടുള്ള ബന്ധം അതോടെ തീർന്നു. നമ്മളെ കൊണ്ടാവില്ല പൊന്നോനെ, അതിനുള്ള മനക്കെട്ടിയൊന്നും നമുക്കില്ല. ഇനി UP കുറിച്ച് ഇപ്പൊ UP പ്രബുദ്ധരുടെ എണ്ണം ലേശം കൂടിയിട്ടുണ്ട് കുറച്ച് നാളുകളിലേക്ക്. അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് താഴ്ത്തോട്ട് വരും. കനൽ കത്താൻ കരിമണലിട്ടാൽ മതി. എന്തൊരു ആത്മവിശ്വാസം, എന്തൊരു അഹങ്കാരം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെയൊക്കെ ഒരു ലൈഫ്. എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്നിട്ടും സുരേഷ് ഗോപി അതിനൊക്കെ തരണം ചെയ്ത് വിജയിച്ചെങ്കിൽ ആ വിജയം ഇന്ത്യയിലെ തന്നെ മികച്ച വിജയമാണ്. കാരണം കേരളം മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല. വി പ്രൂവ്ഡ്. ഓഫ് കോഴ്സ് ഞാനത് പറഞ്ഞേ ഉള്ളൂ. മറ്റേതൊരു വിജയത്തെക്കാളും മികച്ചതാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാൽ, പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു പരാജയം കൊണ്ട് പിന്നോട്ട് പോയില്ല. അവിടെ നിന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ മുന്നിൽ ഞാൻ യോഗ്യനാണ് എന്ന് തെളിയിച്ചിട്ടാണ് എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചത്. അങ്ങനെ ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിൽ മറ്റെവിടെയും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കൊല്ലത്ത് MP ആയിരുന്നു മുകേഷ്. ഞങ്ങളുടെ നാട്ടില് MP ആയിരുന്നു പ്രതാപൻ.
ഞങ്ങളുടെ നാട്ടിൽ ഒരു കോൺഗ്രസും ഒരു കമ്മ്യൂണിസ്റ്റും ഉണ്ടായിരുന്നു, ഒരു MLA MP ആയിട്ട്. പക്ഷെ സുനിച്ചേട്ടൻ്റെ കൂടെ ഒരു ക്യാമ്പയിന് വരാൻ പോലും ഉള്ള യോഗ്യത രാജാജി മാത്യു എന്ന MLAക്ക് ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട്. പ്രതാപൻ അത് ഒട്ടും ഉണ്ടായിരുന്നില്ല. മുകേഷ് കൊല്ലത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലംകാർക്ക് അറിഞ്ഞൂടാ. കൊല്ലത്ത് ഒരു ഇലക്ഷൻ ക്യാമ്പയിന് KKG കൃഷ്ണകുമാർജി പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്, സുരേഷ് ഗോപി ശക്തൻ മാർക്കറ്റിൽ ചെയ്ത പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. കേരളത്തിന് മൊത്തം മാതൃകയായിരുന്നു സുരേഷ് ഏട്ടൻ തോറ്റ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ കൈവിട്ടെങ്കിൽ നമ്മളെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടായില്ല. ഓഹ് പോന്നോ, ജസ്റ്റ് മിസ്. പക്ഷെ കൊടുത്ത വിജയം ഉണ്ടല്ലോ, നമ്മൾ വിജയിക്കുമെന്ന് കരുതിയെങ്കിലും കൊടുത്ത വിജയം ഉണ്ടല്ലോ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് അത്രയധികം സ്നേഹിക്കാൻ മാത്രം ഒരു 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 അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമായിപ്പോയി തിരിച്ചു കൊടുത്തത്. വ്യക്തിപരമായി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷമുണ്ട്. എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിക്കുന്ന ഇടിമുഴക്കുമായി അയാളുണ്ട്, രാഹുൽ ഗാന്ധി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. എനിക്ക് നമ്മൾ ഈ കുട്ടികൾ മറ്റേ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ഒരു ഇതൊന്നും പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന ഭാവിയൊന്നും കുട്ടികളിൽ ഇമ്പോസ് ചെയ്യരുതെന്ന് പറയില്ലേ, അതിൻ്റെ ഏറ്റവും വലിയൊരു ഇരയാണ് രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹീസ് നോട്ട് മെയ്ഡ് ടു ബി എ പൊളിറ്റീഷ്യൻ. അതൊരു പാവം മനുഷ്യനാണ്, അത് എവിടെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് അതിൻ്റെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള ഒരു മനുഷ്യനാണ്. അതിനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ പിടയ്ക്കുന്ന മീനിനെ പോലെ എത്ര നാളെ നിങ്ങൾ കൊണ്ടുനടക്കുക? പാവം മനുഷ്യൻ. എനിക്ക് അയാളെ കാണുമ്പോൾ സങ്കടം വരും. 28 നിന്ന് എത്ര പേർ NDAയിലേക്ക് വരും അത് കണ്ടറിയാം കോശി, ഇതിൻ്റെ കാര്യം മൊട്ട തീരുമാനിക്കും. ബൈജു ഹൈ. പ്രേംജിത്ത് പ്രേംകുമാർ ആണ്. 3 വട്ടം ഭരണത്തിലേക്ക് വരുമ്പോൾ ഒരു തളർച്ച നല്ലതാണ്. ഈ തളർച്ച ഒരു പാഠമാവട്ടെ, ശക്തമായ തിരിച്ചുവരവിന്. നെക്സ്റ്റ് ടൈം വിൽ ബി ടച്ചിങ് 450. സത്യമാണ്. ഒരു ആത്മവിശ്വാസം കൂടുതലുണ്ടായിരുന്നു. നമുക്കിനിയും എന്താണ് പറയാം, വി ഷുഡൻ ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു തട്ട് ആണ് ഇത്. നമ്മളത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് നമ്മളിതിനെ അങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കടക്കം എനിക്ക് ഫീൽ ചെയ്തത് തന്നെ എനിക്കറിയാലോ, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനൊരു ഒരു അടി കിട്ടിയപ്പോൾ നമുക്ക് തോന്നി അയ്യോ പറ്റില്ലല്ലോ നമ്മളൊന്ന്. കാരണം ഈയൊരു 3-ാം തവണ 2 തവണയ്ക്ക് ശേഷം ഈയൊരു തവണ കേന്ദ്രഭരണം പോയെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടം BJP ഭരിക്കുന്നില്ല എന്നുള്ളതല്ല, ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ഇന്ത്യയുണ്ട്. ഒരു ഡെവലപ്മെന്റ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ മാറ്റങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്ലോബലി നമ്മുടെ ഒരു ഫേസ് ചേഞ്ച് ആവട്ടെ, അങ്ങനെ കൊണ്ടുവരുന്ന ആ സ്ട്രക്ചർ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തോട്ട് പോയി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം NDA വന്നാലും അതൊന്നേം തുടങ്ങേണ്ടി വരും. ഇവരല്ലേ ആൾക്കാർ. കാശ്മീരിൽ 370 എടുത്തു കളയും എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് വാക്കുകൊടുത്ത രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്രയും വലിയൊരു മനസാക്ഷിയില്ലായ്മ എങ്ങനെയാണ് ജനങ്ങളുടെ മുഖത്തേക്ക് പറയാൻ പറ്റുന്നത്? അപ്പം ഇനി കമ്മിയുടെ ഭൂപടത്തിൽ തൃശ്ശൂരില്ല. നിങ്ങൾക്ക് ഇന്ത്യ കാണണമെങ്കിൽ നിങ്ങൾ ആലത്തൂർക്ക് പോകണം. നിങ്ങളൊരു ടിക്കറ്റ് എടുക്കുക, ആലത്തൂർ ചെന്നിറങ്ങുക, ഇന്ത്യ കാണാൻ തിരിച്ചു വരിക. കാരണം ഇടതില്ലാത്തടത്തൊന്നും ഇന്ത്യ ഇല്ലല്ലോ. അപ്പം ഇന്ത്യൻ ഇനി ആലത്തൂരിൽ മാത്രമേ ഉള്ളൂ. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ചേച്ചി UPയെ കുറിച്ച് 2 വാക്ക് പറയണം എന്നാണ് ഞങ്ങൾ ഫാൻസിന്റെ ആഗ്രഹം. അയോധ്യയെക്കുറിച്ചും നല്ലതാ. UPയെ കുറിച്ച് ഇപ്പം എന്താ പറയാനുള്ളത്? UP വളരെയധികം പെട്ടെന്ന് പ്രബുദ്ധർ പൊട്ടിമുളച്ച ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രാജ്യമായിട്ട്, ഒരു പ്രത്യേകതരം രാജ്യമായിട്ട്, നമ്മുടെ കേരളം പോലെ തന്നെ ഒരു രാജ്യമായിട്ട് UPയെ ഞങ്ങൾ കേരള പ്രബുദ്ധർ തൽക്കാലം അവരോധിച്ചിരിക്കുന്നു. ഇനി മുതൽ നമ്മൾ UPയിലേക്ക് പോ എന്ന് ഒരിക്കലും പറയില്ല. കാരണം UP അത്യാവശ്യം കൊള്ളാം അല്ലേ? SG തോൽവികൾ കൊണ്ട് കെട്ടുപോകാത്ത ആത്മവീര്യം. അതോടെ കാതൽ നീതാനാ ഉന്നെ കാണാൻ കൺകൾ തന്നീനാ. ചേച്ചി, ഇത് ഫ്രീബീസിന്റെ വിജയമാണ്. UPയിൽ സ്ത്രീകൾക്ക് 1 ലക്ഷമാണ് ബാങ്ക് അക്കൗണ്ട് വാഗ്ദാനം ചെയ്തത്. ഫ്രീബീസ് നമ്മൾ കാണുന്നതാണ്. ഫ്രീബീസിന് കിട്ടാൻ പോകുന്ന കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഫ്രീബീസ് ഏറ്റവും അധികം ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. പണിയെടുക്കാണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള തരാമെന്നൊരു രാഷ്ട്രീയ പാർട്ടി ഒരു ജനങ്ങളെ ശീലിപ്പിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നേ ഞാൻ പറയുള്ളൂ. അയോധ്യയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അയോധ്യയിൽ ചെന്നാൽ രാംലല്ലയെ കാണാം, തൊഴാം, കുട്ടിക്ക് തിരിച്ചു പോരാം.
ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ രാമമന്ദിരം കെട്ടിയോണ്ടാണ് അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി രാമമന്ദിരം കെട്ടിക്കൊടുത്താണ് BJP എന്ന് പറഞ്ഞ് നിർത്തുമല്ലോ. രാമമന്ദിരം കെട്ടിക്കൊടുത്തോണ്ട് BJPക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പൊ കിട്ടിയ 290 സീറ്റും അല്ലെങ്കിൽ ഇനി അതിന് മിച്ചമുള്ള ഇപ്പൊ ഭരിക്കാൻ പോകുന്ന സീറ്റും അവര് പുരോഗമനവും വികസനവും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണെന്ന് അങ്ങ് അംഗീകരിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ രാമമന്ദിരം കെട്ടിക്കൊടുത്ത നാട്ടുകാർ അവർക്ക് ഒരു വോട്ടും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതെങ്ങാനും ഇനിയെങ്കിലും വിട്ടുപിടി കേട്ടോ. പിന്നെന്താണ്, അപർണക്കുട്ടിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്ത് മതിയായില്ല. എന്താണ് അപർണ ഇങ്ങനെ കരയുന്നേ? നമുക്ക് സന്തോഷിക്കാം. നമ്മൾ രണ്ടുപേരും ഒരു സീറ്റല്ലേ? നമ്മൾ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും BJP ആവുമ്പോൾ നമ്മൾ ഒരേ സീറ്റിലല്ലേ നമ്മളിരിക്കുന്നത്. നിഷാപ്പി എങ്ങനെ കണ്ടു? ചേച്ചി എന്താണ്, സ്മൃതി ഇറാനി ഒരു മാതൃകയാണ് SGക്ക്. പക്ഷെ അതൊരു മുന്നറിയിപ്പായി ഇന്നത്തെ റിസൾട്ടിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ നമ്മൾ തൃശ്ശൂരുകാർക്ക് ഗുണം ചെയ്യും. സത്യമാണ്. അതെപ്പോഴും നത്തിങ് ഇസ് പെർമനന്റ് ഇൻ പൊളിറ്റിക്സ് എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചേ പറ്റുള്ളൂ. പണിയെടുത്ത് തന്നെയാണ് ഇതിൽ നിലനിൽക്കേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജനിച്ചാലും മതി. എന്താണ് ഒരാളുടെ കമന്റ് ഞാൻ വിട്ടുപോയി. SG തോൽവികൾ കൊണ്ട് കെട്ടുപോകാത്ത ആത്മവീര്യം, പരിഹാസങ്ങളും തരംതാഴ്ത്തലുകളും വകവയ്ക്കാതെ തന്റെ കർമ്മമണ്ഡലത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാതിരിക്കാൻ അയാൾക്കാവില്ലായിരുന്നു. കാരണം അയാളെ നയിക്കുന്നവന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. ഓഫ് കോഴ്സ് അതിലും വലിയൊരു ഉദാഹരണം വേറെ എന്താണ് വേണ്ടത് മാഷെ? എത്ര കല്ലേറുകൾക്ക് കഴിഞ്ഞിട്ട് കെട്ടിയിട്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിജി ഇന്ത്യ 3ാം തവണയും കയ്യിലെടുത്തത്. വെറുമൊരു വിജയമല്ല SGയുടേത്. കേരളം ഇന്ത്യയിലാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. അതെ, കേരളം ഇന്ത്യയിലാണ്. ഇന്ത്യ കേരളം. ഓഫ് കോഴ്സ് റിപ്പോർട്ട് പ്രകാരം ഒരു ചാൻസ് എന്താണ് പറഞ്ഞേ, രാജീവ്ജി കൂടി ജയിച്ചിരുന്നെങ്കിൽ രക്ഷമാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2 എണ്ണം. റിപ്പോർട്ട് പ്രകാരം ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന്. എന്ത് ചാൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കമന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റും BJPയും ഒരിക്കലും ഒരുപോലെ ആവില്ല ചേച്ചി. ഒരിക്കലും ഒരുപോലെ ആവില്ല കുട്ടി. കമ്മ്യൂണിസ്റ്റും BJPയും ഒരു കാരണവശാലും ഒരു കാലത്തും ഒരുപോലെ ആവില്ല. കാരണം BJP ഒരിക്കലും ഒരു കനൽത്തരി മാത്രമായി കേരളത്തിന്റെ ഒരു മൂലയിൽ അവശേഷിപ്പിക്കില്ല. മാത്രമല്ല ബംഗാളിലെ പോലെ അടി വാങ്ങി കുത്തും ചവിട്ടും വാങ്ങി എവിടുന്ന് ഓടേണ്ട ഒരവസ്ഥ BJPക്ക് ഒരിക്കലും വരില്ല. കമ്മ്യൂണിസ്റ്റും BJPയും ഒരിക്കലും ഒരുപോലെ ആവില്ല കുട്ടി. ഞാൻ സമ്മതിച്ചിരിക്കണം. രേരു ഫാൻസിന് ഒരു ഹായ് കൊടുക്ക്. രേരുവിന്റെ ഫാൻസിനും കൂടെ ഒരു ഹായ്. SG സെൻട്രൽ മിനിസ്റ്റർ ആകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഭരണം വരുമ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. എന്താണ് എനിക്ക് അതിന്റെ ഗുണമാണോ ദോഷമാണോ തൃശ്ശൂർകാർക്കെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമുക്ക് അദ്ദേഹത്തിന് ഒരു MP ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണോ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് അങ്ങ് കൊണ്ടുപോകുന്നതാണോ നമുക്ക് ഗുണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. സച്ചു ഹായ്. നമ്മുടെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ വന്നതാണ്. സുരേഷ് ഗോപി മന്ത്രി ആവുമോ? സുരേഷ് ഗോപി മന്ത്രി ആവുമെന്ന് നമുക്കറിയില്ല. ആവുന്നതാണോ നല്ലത്, ആവാത്തതാണോ നല്ലത് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്താണ് സോറി. ഇപ്പൊ ശരി.
എത്ര ജാഗ്രത പാലിച്ചാലും ജനങ്ങൾ കബളിക്കപ്പെടും, പിന്നീട് തിരുത്തുകയും ചെയ്യും. ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി ആർജിക്കും, ഇന്ത്യ ഭരിക്കുകയും ചെയ്യും. അല്ല, എത്രാമത്തെ പ്രാവശ്യമാണ് കബളിക്കപ്പെടുന്നത്? മൂന്നാമത്തെ പ്രാവശ്യമില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ? ശരിയാക്കി. അതെന്താണെന്നറിയില്ല, എവിടെയാണോന്നറിയില്ല. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. വർഗീയതാണ് BJPയുടെ ബിംബുമുദ്ര. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വർഗീയത പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല മക്കളെ. പ്രത്യേകിച്ച് തൃശ്ശൂർ. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഇവിടുത്തെ വികസനവും എന്താ പറയുക, തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് ഇവിടെ വോട്ട് പിടിച്ചിരിക്കുന്നത്. വടകരയിൽ എന്താണ് സംഭവിച്ചതെന്നും ഏത് രീതിയാണ് നിങ്ങൾ അവലംബിച്ചതെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് കമ്മ്യൂണിസം ഇവിടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ ചെയ്യുന്നതെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്കൊരു മൂഡില്ല. നമുക്ക് പിന്നെ ദിവസം വരാമേ. പിന്നെ എന്ത് നോക്കിയാണ് വീഡിയോ ചെയ്യുന്നതെന്നാ? ഞാൻ നിങ്ങളെയൊക്കെ നോക്കിയിട്ട് തന്നെ കമൻസ് നോക്കിയിട്ട് നിഷാപ്പി ഒരു പെഗ് അടിച്ചിട്ടുണ്ട്. അത് മറ്റേ സന്തോഷത്തിന്റെ ലഹരിയാണ് മക്കളെ, സന്തോഷത്തിന്റെ ലഹരി. വടകര ചേച്ചി ഓർമ്മ വേണം. വടകര എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അവർക്ക് ദേ ഡിസേർവ് ഇറ്റ്. അത് ആ ഒരു എനിക്ക് ഷാഫി പറമ്പലിന്റെ വിജയം ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും വർഗീയ പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ വിശ്വാസം കുട്ടിയെ രക്ഷപ്പെട്ടു. മോദി പ്രഭാവത്തിൽ മങ്ങലേറ്റു, രാജ്യം കോൺഗ്രസിലേക്ക്. ഇവരിങ്ങനെ ചിരിപ്പിച്ച് കൊല്ലും. പിന്നെന്താണ്, അപ്പം അങ്ങനെയാണ്. കുറേ നേരമായി ഞാൻ നിങ്ങളോട് കത്തിവെച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും സപ്പോർട്ടിനും പരിഹാസങ്ങൾക്കും കുടിച്ച കണ്ണീരിനും അനുഭവിച്ച വേദനയ്ക്കും തൊടുത്തുവിട്ട പരിഹാസങ്ങൾക്കും എല്ലാത്തിനും നന്ദി. എല്ലാം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫ്രം തൃശ്ശൂർ ആൻഡ്